തിരുവനന്തപുരത്ത് തെക്കൻ ജില്ലകളിൽ മഴയുടെ ഒരു ആഘാതം എത്രത്തോളമുണ്ട്? ഇപ്പോഴും ശക്തമായ മഴയുണ്ടോ? മൂത്തി തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു അതിശക്തമായ മഴ പെയ്തിട്ടില്ല. ഇടവിട്ടുള്ള മഴയാണ് നഗരമേഖലകളിലും മലയോര മേഖലകളിലും പെയ്തിട്ടുള്ളത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അടുത്ത 3 ദിവസത്തേക്ക് കൂടി കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ഈ ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസവും ഈ മലയോര മേഖലകളിൽ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിരപ്പൻകോട് മേഖലകളിൽ ആങ്ങിവീശിയ കാറ്റിലും മഴയിലും വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹെക്ടർ കണക്കിന് ഏക്കറുകളിൽ കൃഷി ചെയ്തിരുന്ന വാഴകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ റോഡ് വശത്തായി നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീണ അതും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വഴിയാത്രക്കാർക്ക് മുകളിലേക്ക് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ മരങ്ങളും ഒടുങ്ങി വീഴുന്നത്. ഇന്നലെയും നെടുമങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ മരമൊടിഞ്ഞു വീണ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അവർ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഴവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മുൻകൂട്ടി മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അത് പകൽ സമയം തന്നെ മാറി താമസിക്കണമെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കൂടുതലായിട്ട് കാറ്റ് വീശുന്നതും അതിശക്തമായ മഴ പെയ്യുന്നതും രാത്രി സമയങ്ങളിലാണ്. മണ്ണിടിച്ചിലുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ സമയങ്ങളിൽ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തിക്കൊണ്ട് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം യാത്ര പോവുക, അല്ലാതെ ഈ മഴ സമയത്ത് അനാവശ്യ യാത്രകൾക്ക്, പ്രത്യേകിച്ച് വിനോദസഞ്ചാരങ്ങൾക്ക് ഈ സമയം ഉപയോഗിക്കരുത്. സഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ടോ അതോ തുറന്നു തന്നെയാണോ? ഈ നിയന്ത്രണം മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഈ മഴ മുന്നറിയിപ്പ് നിലനിന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ പൊന്മുടി എക്കോ ടൂറിസം അടച്ചതായിട്ട് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിരുന്നു. കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പൊന്മുടി എക്കോ ടൂറിസത്തിൽ ഇത്തരത്തിലൊരു അടച്ചിടുന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് എല്ലാ ജില്ലകളിലും അടച്ചിട്ടിട്ടുണ്ട്. അറിയാം, കാരണം ഈ മലയോര മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അതിശക്തമായ മഴ പെയ്യുന്നത് അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത എപ്പോഴാണ് എന്ന് നമുക്ക് മുൻകൂട്ടി പറയുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എടുത്തെടുത്ത് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അതിശക്തമായ മഴ ലഭിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അനാവശ്യ യാത്ര ജാഗ്രത പാലിക്കുക. ഇത്തരം മേഖലകളിലേക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യുക എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യൂ.